ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഒരു മത്തി വെച്ചിട്ടാണ് ഒരു റെസിപ്പിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണേ. ഇത് നമുക്ക് വേഗം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. കുഞ്ഞ മത്തിയാണ്. അങ്ങനെ നമ്മുടെ മത്തിയൊക്കെ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട്. ഇനി ഉള്ളിയും ഇതൊക്കെ ഒന്ന് ചതച്ചെടുക്കണം, വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ. ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു, തീ കത്തിച്ചിട്ടുണ്ട്. കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് ഉലുവ, ചെറിയുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. കുറച്ച് വഴണ്ടി വന്നിട്ടുണ്ട്, കുറച്ചുകൂടി ഒന്ന് വഴണ്ടി വരാനുണ്ട്. തക്കാളി, പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം. കുറച്ച് കുടംപുളി വെള്ളത്തിലിട്ടതാണ്, ഇത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം അതിലോട്ട്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ലേശം കുരുമുളക് പൊടി, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ കറിയൊക്കെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് മീനിട്ട് കൊടുക്കാം. മത്തിയൊക്കെ ക്ലീനാക്കി വെച്ചാണ് ഇട്ട് കൊടുക്കാം. ഇളക്കി മൂടി വെച്ച് കൊടുക്കണം. ഒന്ന് തിളച്ചാൽ മതിയാവും. നമ്മുടെ മീൻകറി തിളച്ചിട്ടുണ്ട്. പറ്റി റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇറക്കാൻ മതിയാവും. മീൻ വറവലിന് ഞാൻ കുറച്ച് ഉള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ജാറിലിട്ട് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, കുറച്ച് കുരുമുളക് ചതച്ചത്, ലേശം ഫിഷ് മസാല, പാകത്തിന് ഉപ്പ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. നമ്മൾ ക്ലീൻ ചെയ്ത മത്തി ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് നമുക്കത് ഇതിൽ പുരട്ടി കൊടുക്കണം. അങ്ങനെ നമ്മുടെ ആ മത്തി ഒന്ന് വറക്കാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മത്തി നന്നായി ഫ്രൈ ചെയ്യുന്നുണ്ട്. നമുക്ക് കോരിയെടുക്കാം. അതേ ചീനച്ചട്ടിയിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അരപ്പ് ബാക്കി കുറച്ചുണ്ട്. ഇതിനെ എണ്ണയിലിട്ട് കൊടുക്കാം. അതൊന്ന് വഴറ്റിയെടുക്കണം. ലേശം ഞാൻ വാളൻപുളിയുടെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ മൂത്ത് വരുന്നുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. മസാല നമ്മുടെ മസാലയൊക്കെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഈ മീൻ വറുത്തിട്ട് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം.
വളരെ ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട്. ഇത് മാത്രം മതി ചോറിന്. ഭയങ്കര ടേസ്റ്റിയാണ്. ഒരു നല്ലൊരു മണമാണ് കേട്ടോ അതിന്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നോട് തയ്യാറാക്കാൻ പോകുന്ന ഒരു മീൻ വറവലാണ്. ഒന്ന് ലൈക്ക് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഇനി വേഗം എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം. ഇതൊന്ന് വൃത്തിയാക്കി എടുക്കാം. ചെറിയുള്ളി, വെളുത്തുള്ളി, ഒരു പീസ് ഇഞ്ചി, മുളക് പൊടി, മല്ലിപ്പൊടി, ലേശം കുരുമുളക് ചതച്ചത്, ലേശം മഞ്ഞൾപ്പൊടി, ഉപ്പ്, ലേശം കറിവേപ്പില. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. തേച്ച് പിടിപ്പിക്കാൻ ഇതിലൊക്കെ നന്നായിട്ട്. പിന്നെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. നന്നായിട്ട് പിടിച്ചോട്ടെ അപ്പം മുളകൊക്കെ. ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഇനി നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇത് ആയിട്ടുണ്ട്. ഇത് കോരിയെടുക്കാം. അങ്ങനെ മീൻ വറവെല്ലാം റെഡി ആയിട്ടുണ്ട്.